നീ എന്തിനാ മോളെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അന്തോണി ഇല്ലേ അവിടെ? അവനൊരു ഫൂൾ ഡാഡി. അവരോട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ അന്നാമ്മയുടെ ശൃംഗരിച്ചോട് നിൽക്കുന്നു. ഞാൻ അവനെ ഗെറ്റൗട്ട് പറഞ്ഞു. അത് കൊള്ളാമല്ലോ. ഈ കിടക്കുന്ന എന്റെ ജോലി തടസ്സപ്പെടുത്താൻ നീ എന്നെയും ഗെറ്റൗട്ട് പറയുമല്ലോ. ആ മോളെ, ഞാൻ ആ കല്യാണത്തൊന്ന് പോയിട്ട് വരട്ടെ. വണ്ടി എടുക്കണം. ടാറ്റാ. ഒന്ന് നിൽക്കണേ, ഒന്ന് നിൽക്കാൻ. പിന്നെ എന്താ മുതലാളി അകത്തുണ്ടോ? കാര്യം എന്താ? അല്ല, അത് മുതലാളി പറയേണ്ട കാര്യമാണ്. മുതലാളി അകത്തുണ്ടോ? ഉണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിളിക്കാം. അല്ല, ഇത് വീട്ടുവേലക്കാരിയോട് പറയേണ്ട കാര്യമല്ല. ഓഹോ, ഞാൻ വേലക്കാരിയാണല്ലേ? പക്ഷെ ഞാൻ വിചാരിച്ചാലും നിങ്ങളെ സഹായിക്കാൻ ഒക്കും. കാര്യം എന്താ? ഒരു ജോലിയുടെ കാര്യമാണ്. ഓ, അത്രേ ഉള്ളൂ. ഞാൻ സഹായിച്ചുതരാം. പക്ഷെ പറയുന്നത് പോലെ കേൾക്കണം. എന്ത് വേണമെങ്കിലും കേൾക്കാം. എനിക്കൊരു ജോലി കിട്ടിയാൽ മതി. നിങ്ങൾക്കിതിനു മുമ്പ് എന്ത് ജോലിയായിരുന്നു? ചില്ലറ നാടകങ്ങളൊക്കെ അഭിനയിക്കും. കൊള്ളാമല്ലോ. പാട്ടറിയാമോ? ഓ, ഭംഗിയായി പഠിച്ചിട്ടുണ്ട്. എന്നാ ജോലി തീർച്ച. മുതലാളിക്ക് പാട്ടെന്ന് പറഞ്ഞ ജീവനാണ്. ഇവിടെ മുമ്പ് പാട്ടറിയാവുന്ന ഒരാളായിരുന്നു ജോലിക്ക് നിന്നിരുന്നത്. അയാൾ എങ്ങോട്ട് പോയി? അയാൾ എങ്ങോട്ട് പോയി? ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി കിട്ടി. ഈ ജോലി വിട്ടുപോയി. എനിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ചേട്ടതി ഒരിക്കലും മറക്കൂല. എന്നാലേ സാർ ഒരു പാട്ട് പാടണം. മുതലാളി അകത്തുണ്ട്. പാട്ട് കൊള്ളാമെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സാറിനകത്ത് കൊണ്ടുപോയി ജോലി തരും. ഏത് പാട്ട് പാടണം? നല്ല ഒന്നാം തരം പാട്ടായിരിക്കണം. മനസ്സിൽ തറയ്ക്കണം. അല്ലെങ്കിൽ യാതൊരു രക്ഷയുമില്ല. ദേവാ ദേവാ ദിവ്യദർശനം നൽകൂ. ചുമതല ഏൽപ്പിക്കാമോ? ഏത് ചുമതലയും ഏൽക്കാം മുതലാളി. എന്റെ ഒരു പാട്ട് കേട്ടാൽ മുതലാളിക്ക് വിശ്വാസമാകും. എടോ, താനോട് നാടകം വിളിക്കാനാണോ വന്നത്? ഇല്ല മുതലാളി, ഞാൻ ജോലിക്ക് വന്നതാണ്. മുതലാളിക്ക് ഹിന്ദി പാട്ട് പിടിക്കുമെങ്കിൽ ഞാൻ അത് പാടാം മുതലാളി. അതല്ല കല്യാണി ഭൈരവി. തന്റെ കല്യാണി ഭൈരവി കൊണ്ടുപോകണം. എന്റെ പാട്ടൊന്നും കേട്ട് പിന്നെ എന്നെ അടിച്ചു പുറത്തു. തന്റെ പാട്ട് കേൾക്കാനല്ലേ ഇവിടെ വിളിച്ചത്? ഇന്റർവ്യൂവിന് മനസ്സിലായോ? നീ എന്താ ചിരിക്കുന്നു? നിനക്കെങ്ങനെ അറിയാം? പാടിയ മുതലാളി ജോലി തരുമെന്നും പറഞ്ഞ എന്നെ ആ തോട്ടത്തിൽ എത്തി പാടിച്ചു മുതലാളി. അത് ശരി. അപ്പൊ താൻ എവിടെയെങ്കിലും ആദ്യം വന്ന് വീണതല്ലേ? അതെ മുതലാളി. എനിക്ക് വേണ്ടി ഒരു ജോലി കൊടുക്കണ്ട പ്ലീസ്. പാടട്ടെ മോനെ. എന്റെ മകള് പറഞ്ഞൊക്കെ താൻ മറന്നേക്കുക. തനിക്ക് ഞാൻ ജോലി തരാം. പക്ഷെ ഒരു കാര്യം, പണസംബന്ധമായ ചുമതലകൾ ഏറ്റെടുക്കേണ്ട ജോലിയാണ്. അതുകൊണ്ട് 2500 രൂപ ഡെപ്പോസിറ്റ് വയ്ക്കണം. 2500 രൂപ? എന്താ, സാധിക്കുമോ? ശരി, കൊണ്ടുവരാൻ മുതലാളി. നാളെ തന്നെ ഡെപ്പോസിറ്റ് വെച്ച് ജോലിയിൽ പ്രവേശിച്ചോളൂ. മാസം 250 രൂപ ശമ്പളം തരാം. ഞാൻ വരട്ടെ മുതലാളി. ഞാൻ വരട്ടെ മുതലാളി. അവനൊരു മര്യാദക്കാരൻ പാവപ്പെട്ട കൊച്ചനായതുകൊണ്ട് നിന്നെ അവൻ വെറുതെ വിട്ടു. അങ്ങനെ പാവമൊന്നും അല്ല ഡാഡി. എനിക്ക് നല്ല ശരിക്ക് ഡോസ് കിട്ടി. അഹങ്കാരി, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? രാക്ഷസി എന്നൊക്കെ ശരിക്ക് ചീത്ത പറഞ്ഞു. വെരി ഗുഡ്. അവൻ സമർത്ഥൻ, തന്റെ ഉള്ളവൻ. നിനക്ക് അങ്ങനെ തന്നെ വേണം. കരുണ നിറഞ്ഞ മാതാവേ, എനിക്ക് ഡിപ്പോസിറ്റ് കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. എങ്ങനെയെങ്കിലും 2500 രൂപ എനിക്ക് തരുവിച്ച് എന്റെ പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കണേ.
3000 രൂപയും എന്റെ പകുതി ജീവനായി എഴുതി വിറ്റത്. എങ്കിലും എന്റെ മോടെ കല്യാണം നടന്നാൽ മതി. അപ്പോ ഞാൻ വരട്ടെ. എന്നാ എത്ര അത്യാവശ്യം പറയാൻ പറ്റി? കല്യാണം ഉറച്ചടി. അങ്ങനെ ഞാൻ ഇവിടെ കിടന്ന് ചാടണം. വേണ്ട വേണ്ട, മൂടി കുറച്ച് കിടന്നു ഉറങ്ങിക്കും. ഇടി നീ പോയി ആ തിരുത്തിയും കിഴിയും വിളിച്ചോണ്ട് വാടി. കല്യാണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? അമ്മച്ചി എന്നോട് പറ, എന്നാ ജോലിയാണേലും ഞാൻ ചെയ്തു തരാം. എന്റെ മോളെ കൊണ്ട് ഒരു ജോലി എടുപ്പിക്കരുതീ. അവൾ മറവാട്ടിയാ, അറിയാവോ? മോളെ, അപ്പൻ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട്. വേണ്ട കർത്താവേ. ശോശാമ്മേ, ബസ്സിൽ എന്നാ കൂട്ടമായിരുന്നു അറിയാമോ? അതിരിക്കട്ടെ, ആധാരം എഴുതിയോ? എഴുതി. നാളെ തന്നെ ഒരു വേലയും കിട്ടും. ഇനി എല്ലാം എടുക്കുകയും നടക്കും. നാളെ ആ പണം കൂടാ. അപ്പോഴേ പെണ്ണിന് മാലയും തുണിയൊക്കെ മേടിക്കണ്ടേ? അതൊക്കെ നീ പോയി വാങ്ങിച്ചു. മോളെ, ഈ പണം കൊണ്ടൊന്ന് പെട്ടിട്ടേ.